ഓരോ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ അസ്വസ്ഥതയോ ഉത്കണ്ഠയോ അതോ ഒരുതരം ശൂന്യതയോ അനുഭവിക്കാറുണ്ടോ? പകൽ മുഴുവൻ ഓടി നടന്നിട്ടും വിശ്രമത്തിനായി കിടക്കുമ്പോൾ മനസ്സ് അടങ്ങാതെ കിടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ സാധനാരീതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. പരമഹംസ യോഗാനന്ദഗിരി നമുക്ക് വെളിപ്പെടുത്തിത്തന്ന ഒരു അഗാധ രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉറക്കത്തിലെ ധ്യാനം, മെഡിറ്റേഷൻ ഇൻ സ്ലീപ്പ്. ഈ രീതി ആത്മാർത്ഥമായി പരിശീലിച്ചാൽ നിങ്ങളുടെ ഉറക്കം ആഴത്തിലുള്ളതും സമാധാനപരവുമാവുക മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിന്റെ അഗാധതയിലേക്കുള്ള പാത തുറക്കുകയും ചെയ്യും. പരമഹംസ യോഗാനന്ദ ഒരു സാധാരണ സന്യാസിയായിരുന്നില്ല. ശരീരമുറങ്ങുമ്പോഴും ആത്മാവ് ഉണർന്നിരിക്കുന്ന ഒരു ദിവ്യമായ ആത്മീയ ജ്ഞാനപ്രവാഹവുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. ധ്യാനം ഉറക്കത്തിലും തുടരാമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഈ സാധനയാണ്. യഥാർത്ഥത്തിൽ അഹംഭാവത്തിന്റെ ഈഗോ ഇടപെടലുകൾ ഇല്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള ധ്യാനം പലപ്പോഴും ഏറ്റവും ഫലപ്രദമാകാറുണ്ട്. സന്ധ്യയാകുമ്പോൾ ബാഹ്യലോകം ശാന്തമാവാൻ തുടങ്ങുന്നു, പക്ഷേ നമ്മുടെ ഉള്ളിലെ കൊടുങ്കാറ്റ് അപ്പോഴായിരിക്കും ഇളകിത്തുടങ്ങുന്നത്. യോഗാനന്ദജി പറയുന്നു, രാത്രി ആത്മാവിനെ കണ്ടുമുട്ടാനുള്ള സമയമാണ്. പ്രപഞ്ചശക്തി നമ്മുടെ അന്തർമനസ്സുമായി സംസാരിക്കുന്ന നിമിഷമാണിത്. എന്നാൽ നമ്മൾ പലപ്പോഴും ക്ഷീണിച്ച് ഒന്നുകിൽ മൊബൈലിൽ സമയം കളയുന്നു, അല്ലെങ്കിൽ ആശങ്കകളുടെ പുതപ്പിനടിയിൽ ഉറങ്ങിപ്പോകുന്നു. എന്നാൽ ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആത്മാവിനോട് സംസാരിച്ചിട്ടുണ്ടോ? രാത്രിയിലെ ധ്യാനത്തിനുള്ള പരമഹംസ യോഗാനന്ദയുടെ രീതി. പരമഹംസ യോഗാനന്ദജി പഠിപ്പിച്ച രാത്രി ധ്യാനത്തിന്റെ രീതി ഇനി നമുക്ക് പഠിക്കാം. 1. ആദ്യഘട്ടം ശാരീരിക ശാന്തത, ഫിസിക്കൽ പീസ്. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 20 മിനിറ്റ് മുമ്പെങ്കിലും ശാന്തമായ ഒരിടം കണ്ടെത്തുക. ലൈറ്റുകൾ അണയ്ക്കുക, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. കുറച്ചു നിമിഷം കണ്ണുകളടച്ച് ശാന്തമായി നിങ്ങളോട് തന്നെ പറയുക, ഇന്ന് ഞാൻ ഉറങ്ങാൻ പോവുകയല്ല, എന്റെ സത്യത്തെ കണ്ടുമുട്ടാൻ പോവുകയാണ്. ശരീരത്തെ പതുക്കെ അയവുള്ളതാക്കുക. കാലുകൾ, തുടകൾ, വയറ്, നെഞ്ച്, തോളുകൾ, കഴുത്ത്, ഒടുവിൽ മുഖം. ഓരോ ഭാഗത്തും സ്നേഹത്തോടെയുള്ള ശ്രദ്ധ നൽകുക. ഇപ്പോൾ വിശ്രമിക്കുക. ഇതാണ് ആദ്യഘട്ടം, ശാരീരിക ശാന്തത. 2. രണ്ടാം ഘട്ടം ആത്മശാന്തി, പീസ് ഓഫ് ദി സോൾ. ആഴത്തിൽ ശ്വാസമെടുത്ത് സാവധാനം പുറത്തുവിടുക. ഓരോ ശ്വാസത്തിലും അന്നത്തെ ക്ഷീണം, ദേഷ്യം, ഉത്കണ്ഠ എന്നിവ ശരീരം വിട്ടുപോകുന്നത് അനുഭവിക്കുക. യോഗാനന്ദജി പറയുന്നു, ശ്വാസമാണ് ആത്മാവിലേക്കുള്ള പാലം. ശ്വാസത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആത്മാവിലെത്താൻ കഴിയും. ഇപ്പോൾ നിങ്ങളുടെ ശ്വാസം സാവധാനവും സ്ഥിരവുമാകുമ്പോൾ ശാന്തി, പീസ്, ശാന്തി എന്ന വാക്ക് മനസ്സിൽ ആവർത്തിച്ചു തുടങ്ങുക. ക്രമേണ ഈ വാക്ക് ചുണ്ടുകൾക്കപ്പുറത്തേക്ക് നീങ്ങും. അത് ഉള്ളിൽ പ്രതിധ്വനിക്കാൻ തുടങ്ങും. ഇതാണ് മാനസിക ശാന്തതയുടെ അവസ്ഥ. 3. മൂന്നാം ഘട്ടം ഉറക്കത്തിലെ ധ്യാനത്തിലേക്കുള്ള കവാടം, ഡോർവേ ടു സ്ലീപ്പ് മെഡിറ്റേഷൻ. ഇവിടെയാണ് മഹാരഹസ്യമായ രാത്രിയിലെ ധ്യാനം ആരംഭിക്കുന്നത്. സാധാരണയായി ഉറക്കമെടുക്കുമ്പോൾ നമ്മൾ ധ്യാനത്തിൽ നിന്ന് പുറത്തുപോകുന്നു. എന്നാൽ യോഗാനന്ദ പറയുന്നു, ആ സമയത്ത് ബോധവാന്മാരായിരിക്കുക. ഉറക്കത്തെ പുറത്തുനിന്ന് നിരീക്ഷിക്കുക. നിങ്ങളോട് തന്നെ പറയുക, കേൾക്കൂ, ഞാൻ ഉറക്കമല്ല, ഞാൻ ആത്മാവാണ്. ഇതാണ് സൂക്ഷ്മമായ കവാടം. ഈ പ്രക്രിയയിൽ ഒരു പ്രത്യേക ടെക്നിക്കുണ്ട്, ഓംകാരതന്ത്രം. നിങ്ങൾ ശ്വാസം പുറത്തുവിടുമ്പോൾ ഉള്ളിൽ നിശബ്ദമായി ഓം എന്ന് പറയുക. ഈ ഓം നിങ്ങളെ ശരീരത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് ഉയർത്തും. അപ്പോൾ നിങ്ങളുടെ ഉറക്കം വെറുമൊരു വിശ്രമമല്ല, ധ്യാനമായി മാറിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. 4. നാലാം ഘട്ടം സാക്ഷിഭാവം, വിറ്റ്നസ് കോൺഷ്യസ്നസ്. ശരീരം ആഴത്തിലുള്ള വിശ്രമത്തിൽ സ്ഥിരമാവുകയും മനസ്സിന്റെ തിരമാലകൾ ശാന്തമാവുകയും ചെയ്യുമ്പോൾ ആത്മാവിന്റെ ഒരു സൂക്ഷ്മമായ ദർശനം ഉണർന്നു തുടങ്ങും. ഇപ്പോൾ വെറുമൊരു സാക്ഷിയായി മാറുക. ശരീരം വിശ്രമത്തിലാണ്, ശ്വാസം സ്വാഭാവികമാണ്, മനസ്സ് ശ്രമമൊന്നും എടുക്കുന്നില്ല. ഉള്ളിലുദിക്കുന്നതെന്തും കാണുക, കേൾക്കുക, അനുഭവിക്കുക. അതിനെ ചെറുക്കരുത്, അതിനെ മാറ്റാൻ ശ്രമിക്കരുത്. സാക്ഷിയായിരിക്കുക മാത്രം ചെയ്യുക. ഇതാണ് ചിന്തകളുടെ ധ്യാനം. ഉറങ്ങുമ്പോൾ എങ്ങനെ സാക്ഷിയാകും? ഇതാണ് ധ്യാനത്തിന്റെ സൂക്ഷ്മമായ കല. ഉറക്കത്തിന് തൊട്ടുമുമ്പുള്ള നിമിഷങ്ങളിൽ നിങ്ങൾ പാതി ഉണർവിലും പാതി ഉറക്കത്തിലുമായിരിക്കുമ്പോൾ ആത്മാവിന്റെ ഒരു ജാലകം തുറക്കുന്നു. 5. അഞ്ചാം ഘട്ടം ആന്തരിക പുഞ്ചിരി, ഇന്നർ സ്മൈൽ ടെക്നിക്. യോഗാനന്ദ പങ്കുവച്ച ഒരു പ്രത്യേക പരിശീലനം ഇതാ. നിങ്ങളുടെ 2 പുരികങ്ങൾക്കുമിടയിൽ ആജ്ഞാചക്രം സ്ഥിതി ചെയ്യുന്നിടത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പോൾ ആ സ്ഥലത്ത് ഒരു സൂക്ഷ്മമായ പുഞ്ചിരി അനുഭവിക്കുക. നിങ്ങളുടെ ആത്മാവ് അവിടെയിരുന്ന് പുഞ്ചിരിക്കുന്നത് പോലെ. ചിന്തകളില്ല, വാക്കുകളില്ല, വെറുമൊരു പുഞ്ചിരി മാത്രം. ഈ പുഞ്ചിരി നിങ്ങളുടെ മുഖത്തും ഹൃദയത്തിലും ശരീരത്തിലും വ്യാപിക്കാൻ തുടങ്ങും. ഇത് സാധാരണ ഭാവനയല്ല. ഉറങ്ങുന്നതിനു മുമ്പ് ആത്മാവിന്റെ പ്രകാശം ശരീരത്തെ ഒരു പുതപ്പുകൊണ്ട് പൊതിയുന്നതാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ സാവധാനം ഉറക്കത്തിലേക്ക് നീങ്ങുമ്പോൾ ശരീരം ഉറങ്ങുന്നു, പക്ഷെ ഉള്ളിലുള്ള ആരോ ഒരാൾ ഉണർന്നിരിക്കുന്നു. 6. ആറാം ഘട്ടം
പ്രാർത്ഥനയുടെ പരിശീലനം, പ്രാക്ടീസ് ഓഫ് പ്രയർ. ഇനി മറ്റൊരു പരിശീലനത്തിലേക്ക് കടക്കാം. പ്രാർത്ഥനയുടെ പരിശീലനം. നിങ്ങളുടെ മനസ്സിൽ നിശബ്ദമായി പറയുക, ഓ ദൈവമേ, ഇന്ന് രാത്രി അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ആലിംഗനത്തിൽ എന്റെ ആത്മാവ് ഉണരട്ടെ. ഞാൻ ഉറങ്ങുകയാണെങ്കിൽ അത് അങ്ങയുടെ മടിയിലായിരിക്കട്ടെ. ഞാൻ സ്വപ്നം കാണുകയാണെങ്കിൽ അത് അങ്ങയുടെ സന്ദേശമായിരിക്കട്ടെ. ഞാൻ ഉണരുകയാണെങ്കിൽ അങ്ങയുടെ നാമം എന്റെ ചുണ്ടുകളിലുണ്ടായിരിക്കട്ടെ. ഓരോ രാത്രിയിലും ഈ പ്രാർത്ഥന ധ്യാനത്തിന്റെ ഊർജ്ജത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. യോഗാനന്ദ പറയുമായിരുന്നു, നിങ്ങളുടെ ആത്മാവ് ഈ ഭാവത്തോടെ ഉറങ്ങുമ്പോൾ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ സംരക്ഷകനായി മാറും. 7. അന്തിമഘട്ടം, ബോധപൂർവമായ ഉറക്കത്തിലേക്ക്, കോൺഷ്യസ് സ്ലീപ്പ് ഇൻഡക്ഷൻ. ഉറക്കത്തെ ഒരു പ്രിയപ്പെട്ട അതിഥിയെ ക്ഷണിക്കുന്നതുപോലെ സൗമ്യമായി ക്ഷണിക്കുക. പറയുക, വരൂ ഉറക്കമേ, ഞാൻ തയ്യാറാണ്. പക്ഷേ നിന്നിൽ എന്നെ തന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നിൽ എന്നെ തന്നെ കണ്ടെത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരീരം അപ്രത്യക്ഷമാവുകയും എന്നാൽ നിങ്ങൾ ശുദ്ധമായ ബോധത്തിൽ വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷം വരും. ഇതാണ് ഉറക്കധ്യാനം, സ്ലീപ്പ് മെഡിറ്റേഷൻ. ഈ രാത്രികാല പരിശീലനം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്താൽ നിങ്ങൾ മാറ്റം അനുഭവിച്ചറിയും. ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിക്കും. സ്വപ്നങ്ങൾ അർത്ഥപൂർണമാകും. പകൽ സമയത്ത് പോലും ഒരുതരം ശാന്തത നിലനിൽക്കും. ഇപ്പോൾ രാത്രി വെറുമൊരു ഉറക്കത്തിനുള്ള സമയമല്ല, അത് ആത്മാവിനെ കണ്ടുമുട്ടാനുള്ള സമയമായി മാറുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഓർക്കുക, ഇത് പെട്ടെന്ന് ഫലം തരുന്ന ഒരു തന്ത്രമല്ല, ഇത് ആത്മാവിന്റെ ജ്ഞാനമാണ്. രാത്രിയിൽ പരിശീലിക്കുന്നയാൾ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വപ്നങ്ങളുടെ ഭാഷ, ആത്മാവുമായുള്ള സംഭാഷണം. രാത്രിയുടെ ആഴങ്ങളിൽ ആത്മാവ് ശാന്തമാകുമ്പോൾ മറ്റൊന്ന് ഉണരുന്നു, സ്വപ്നങ്ങളുടെ ഭാഷ. നമ്മൾ പലപ്പോഴും സ്വപ്നങ്ങളെ മിഥ്യയായും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതായും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായും കരുതാറുണ്ട്. എന്നാൽ യോഗാനന്ദ പറയുന്നു, ആത്മീയ ആശയവിനിമയത്തിലേക്കുള്ള ആദ്യത്തെ കവാടമാണ് സ്വപ്നങ്ങൾ. ബോധപൂർവം ശാന്തമായി ഉറങ്ങുമ്പോൾ ചില സ്വപ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവ ഭാരമുള്ളതോ അരാജകത്വമുള്ളതോ അല്ല. ആരോ ഉള്ളിൽ നിന്ന് സംസാരിച്ചതുപോലെ അവ ശാന്തമായിരിക്കും. ഇവയാണ് മാർഗദർശക സ്വപ്നങ്ങൾ, ഗൈഡഡ് ഡ്രീംസ്, ആത്മാവിന്റെ ഭാഷ. സ്വപ്നജാഗ്രത സങ്കല്പം, റെസൊല്യൂഷൻ ഓഫ് ഡ്രീം അവയർനെസ്. ഇവ തിരിച്ചറിയാൻ നിങ്ങൾ സ്വപ്നജാഗ്രത സങ്കല്പം പരിശീലിക്കണം. ധ്യാനത്തിൽ ഉറക്കത്തോടടുക്കുമ്പോൾ മനസ്സിൽ വ്യക്തമായ ഒരു ഉദ്ദേശ്യമുണ്ടാക്കുക. ഞാൻ എന്റെ സ്വപ്നങ്ങൾ കാണും, അവ ഓർമ്മിക്കും. എന്റെ ആത്മാവ് സംസാരിച്ചാൽ ഞാൻ ശ്രദ്ധിക്കും. ദൈവം എനിക്കൊരടയാളം തന്നാൽ ഞാനത് സ്വീകരിക്കും. ഈ സങ്കല്പം ബോധമനസ്സിനും അബോധമനസ്സിനുമിടയിൽ ഒരു പാലം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഓരോ രാത്രിയിലും നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ ഒരു പുതിയ വെളിച്ചം പ്രകാശിക്കാൻ തുടങ്ങും. സ്വപ്നസമാധി അവസ്ഥ, സ്ലീപ്പ് സമാധി സ്റ്റേറ്റ്. ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ആത്മാവ് അതിന്റെ ദിവ്യ സ്രോതസ്സുമായി ബന്ധപ്പെടുന്ന അവസ്ഥയാണ് യോഗാനന്ദ സ്വപ്ന സമാധി അവസ്ഥ എന്ന് വിളിച്ചത്. ശരീരത്തിന്റെ ഭാരമില്ല, ചിന്തയുടെ സ്പർശമില്ല, ആഴത്തിലുള്ള ഇളക്കമില്ലാത്ത ശാന്തത മാത്രം. ഇങ്ങനെയൊരു അവസ്ഥയിൽ നിന്നുണരുമ്പോൾ മനസ്സ് ലഘുവായിരിക്കും, സന്തോഷം സ്ഥിരമായി നിലനിൽക്കും. പ്രകാശദൃശ്യവൽക്കരണം, ലൈറ്റ് വിഷ്വലൈസേഷൻ. ഉറങ്ങുന്നതിനു മുമ്പ് കട്ടിലിൽ കിടന്നുകൊണ്ട് കണ്ണുകളടയ്ക്കുക. നിങ്ങളുടെ ശരീരം മുഴുവൻ ഒരു സുവർണപ്രകാശം പതിയെ പരക്കുന്നത് ദൃശ്യവൽക്കരിക്കുക. തല മുതൽ കാൽ വരെ ഈ പ്രകാശം നിങ്ങളെ കഴുകിക്കളയുകയും അതിന്റെ ദിവ്യമായ സ്പർശത്തിൽ നിങ്ങളെ ഉറക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇത് തുടരുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കൂടുതൽ ശാന്തവും വ്യക്തവും ദിവ്യവുമായി മാറുന്നതായി കാണാം. ചിലപ്പോൾ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് ഒരു ദിവ്യ സാന്നിധ്യം, ഒരു ഗുരു, ഒരു ശബ്ദം, ഒരടയാളം എന്നിവ അനുഭവപ്പെടാം. യോഗാനന്ദ പറഞ്ഞു, നിങ്ങളുടെ ഉറക്കത്തിൽ പോലും ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന ജീവിതം സ്വർഗമായി മാറും. ഉണർവിലെ സാക്ഷിത്വം, വിറ്റ്നസ്ഡ് അവേക്കനിംഗ്. രാവിലെ ഉണരുമ്പോൾ ഫോണിൽ നോക്കുകയോ ഉടൻ സംസാരിക്കുകയോ ചെയ്യരുത്. കണ്ണുകൾ അടച്ച് 2 മിനിറ്റ് നേരത്തേക്ക് സൗമ്യമായി ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക. രാത്രിയിൽ എന്തെങ്കിലും കണ്ടിരുന്നോ? ഏതെങ്കിലും അനുഭവം, നിറം, വാചകം, എന്താണ് വന്നതെങ്കിലും അത് സ്വീകരിക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, നന്ദി, ഞാൻ അത് കേട്ടു. ഈ പരിശീലനം സ്വപ്നങ്ങളെ ധ്യാനമാക്കി മാറ്റുന്നു. ഈ രീതി നിങ്ങൾ ദിവസവും പരിശീലിക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തുലിതാവസ്ഥ ഉയർന്നുവരുന്നു. ബന്ധങ്ങൾക്ക് ആഴം ലഭിക്കുന്നു. ജോലി വ്യക്തതയുള്ളതാകുന്നു. ഹൃദയത്തിൽ ശാന്തമായൊരു സമാധാനം നിലനിൽക്കുന്നു. രാത്രിയിലെ ധ്യാനം പതിവാകുമ്പോൾ ഉറക്കം അബോധാവസ്ഥയായി തോന്നാതെ ബോധത്തിൽ ലയിച്ച അനുഭവമായി മാറുന്ന ഒരു നിമിഷം വരുന്നു. ബോധപൂർവമായ ഉണർവ്, സ്വപ്നത്തിലൂടെയുള്ള ആത്മബന്ധം. നിങ്ങൾ ഉറങ്ങുമ്പോഴും അറിയുന്നു, ഞാൻ സ്വപ്നം കാണുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആ സ്വപ്നം മാറ്റാൻ, അതിലൂടെ നടക്കാൻ, പറക്കാൻ, അല്ലെങ്കിൽ അതിനപ്പുറം പോയി നിങ്ങളുടെ ആത്മാവിനെ കണ്ടുമുട്ടാൻ കഴിയും. യോഗാനന്ദ പറയുന്നു, ആത്മാവിന്റെ നിറം സ്വപ്നങ്ങളിൽ തിളങ്ങുന്നു. എന്നാൽ ഉണർന്ന് സ്വപ്നം കാണുന്നയാൾക്ക്
ആത്മാവിനെ കണ്ടുമുട്ടാനും കഴിയും. ആത്മീയ ബന്ധത്തിനായുള്ള ലൂസിഡ് ഡ്രീം ഇൻഡക്ഷൻ. ഒന്നാം ഘട്ടം, ദിവസം മുഴുവൻ ബോധം പരത്തുക. ദിവസത്തിൽ പലതവണ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാനിപ്പോൾ സ്വപ്നം കാണുകയാണോ? ഈ ചോദ്യത്തോടെ ചുറ്റും നോക്കുക. നിങ്ങളുടെ കൈകളിൽ നോക്കുക, ക്ലോക്കിൽ നോക്കുക. ഇതൊരു ശീലമായാൽ നിങ്ങളുടെ സ്വപ്നത്തിലും നിങ്ങൾ ഇതേ ചോദ്യം ചോദിക്കും. ഇതൊരു സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ സ്വപ്നത്തിനുള്ളിൽ ഉണർന്നവരായി മാറും. രണ്ടാം ഘട്ടം, ആത്മീയ ഉദ്ദേശ്യത്തോടെയുള്ള ഉറക്ക തയ്യാറെടുപ്പ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ആത്മീയ പ്രതിജ്ഞ എടുക്കുക. ഹൃദയത്തിൽ കൈവച്ച് പറയുക, ഇന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുമ്പോൾ എന്റെ ആത്മാവിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ വഴികാട്ടി എന്റെ അടുത്തേക്ക് വരട്ടെ. ദൈവം എനിക്കൊരടയാളം നൽകട്ടെ. ഞാൻ തയ്യാറാണ്. തുടർന്ന് ആജ്ഞാചക്രത്തിൽ മൂന്നാം കണ്ണ് ശ്രദ്ധിച്ച് ഉറങ്ങുക. മൂന്നാം ഘട്ടം, ലൂസിഡ് ഡ്രീമിൽ ആത്മാവുമായി ബന്ധപ്പെടുക. സ്വപ്നത്തിനുള്ളിൽ ഉണരുമ്പോൾ ആദ്യം സ്വയം സ്ഥിരീകരിക്കുക. കൈകളിൽ നോക്കുക, തറയിൽ സ്പർശിക്കുക. ഇപ്പോൾ സ്വപ്നം നിങ്ങളുടേതാണ്. അതിൽ ഒരു വാതിൽ സൃഷ്ടിക്കുക. ആത്മാവിലേക്ക് നയിക്കുന്ന ഒരു വാതിൽ. പറയുക, എന്റെ ആത്മാവിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് എന്നെ കാണിക്കൂ. എന്താണ് പ്രത്യക്ഷപ്പെടുന്നത്? അത് വെറുമൊരു സ്വപ്നമല്ല, അതൊരു മധുരമായ സംഭാഷണമാണ്. യോഗാനന്ദജി പറയുന്നു, ഉള്ളിലേക്ക് തിരിയുന്ന ഒരു ലൂസിഡ് ഡ്രീം ഒരു ദിവ്യ കണ്ടുമുട്ടലാണ്. നാലാം ഘട്ടം, ഉണരുമ്പോൾ ആത്മാവിന്റെ ഭാഷ പിടിച്ചെടുക്കുക. രാവിലെ ഉണരുമ്പോൾ സ്വപ്നത്തിൽ കണ്ടതോർക്കുകയോ എഴുതിവെക്കുകയോ ചെയ്യുക. ഒരൊറ്റ നിറം, ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു വാക്ക്, അത് ദിവസം മുഴുവനുമുള്ള ആത്മാവിന്റെ സന്ദേശമായിരിക്കാം. ഓർക്കുക, എല്ലാ സ്വപ്നവും അക്ഷരാർത്ഥത്തിൽ ശരിയല്ല, പക്ഷേ അത് പ്രതീകാത്മകമായി സത്യമാണ്. അഞ്ചാം ഘട്ടം, കൃതജ്ഞതാ ചടങ്ങ്. നിങ്ങളുടെ സ്വപ്നങ്ങളോട് നന്ദി പറയാൻ ദിവസത്തിൽ ഒരു നിമിഷം മാറ്റിവെക്കുക. ഹൃദയത്തിൽ പറയുക, നന്ദി എന്റെ ഉള്ളിലെ പ്രകാശമേ. രാത്രിയിലും നീ എന്നെ വിട്ടുപോയില്ല. ഞാൻ നിങ്ങളെ കണ്ടു, കേട്ടു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ വികാരത്തോടെ നിങ്ങൾ വീണ്ടും ഉറങ്ങുമ്പോൾ വരുന്നത് വെറുമൊരു സ്വപ്നമല്ല, ഒരു ആന്തരിക യാത്രയാണ്. അഹംഭാവത്തിന്റെ മരണം, ഈഗോ ഡെത്ത്. ഓരോ രാത്രിയും ഒരു ചെറിയ മരണമാണ്. യോഗാനന്ദജി ഇത് പറഞ്ഞപ്പോൾ മരണം ഭയപ്പെടേണ്ട ഒന്നാണ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചില്ല. മരണം ജീവിതത്തിലെ ഏറ്റവും ആഴമേറിയ അനുഭവമാണെന്ന് അദ്ദേഹം അർത്ഥമാക്കി. ധ്യാനത്തിൽ മരണമെന്നാൽ ശാരീരികമായ അന്ത്യം മാത്രമല്ല, അത് നമ്മെ നമ്മുടെ യഥാർത്ഥ സ്വയവുമായി ദിവസവും ബന്ധിപ്പിക്കുന്ന ഒരു ആഴത്തിലുള്ള ആത്മീയ പ്രക്രിയയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധം ശരീരത്തിൽ നിന്ന് മുക്തമാവുകയും നിത്യമായ ആത്മാവിനെ സ്പർശിക്കുകയും ചെയ്യുന്നു. ഉറക്കത്തിലെ അഹംഭാവത്തിന്റെ മരണം. ശരീരത്തിന് ദോഷം വരുത്താതെ നമ്മുടെ ബോധത്തിന്റെ ശുദ്ധമായ രൂപത്തെ തിരിച്ചറിയുന്നതിലൂടെ അഹംഭാവത്തിന്റെ മരണം എങ്ങനെ അനുഭവിക്കാമെന്ന് ഇപ്പോൾ നമുക്ക് പഠിക്കാം. ഒന്നാം ഘട്ടം, ആഴത്തിലുള്ള ശ്വാസം, ശാന്തി, സമർപ്പണം. ഉറങ്ങാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും അയവുള്ളതാക്കുക. ശാന്തത നിങ്ങളിലൂടെ ഒഴുകട്ടെ. ഉറക്കത്തിലേക്ക് സൗമ്യമായി സമർപ്പിക്കുക. ഓരോ ശ്വാസത്തിലും ആത്മസമർപ്പണത്തിന്റെ വികാരം നിലനിർത്തുക. കണ്ണുകൾ അടച്ച് സൗമ്യമായി ഉറപ്പിക്കുക, ഞാൻ എന്റെ അഹംഭാവത്തിനപ്പുറം പോകാൻ തയ്യാറാണ്. ഞാൻ നിത്യമായ ആത്മാവാണ്. ഞാൻ വെറുമൊരു ജീവിയല്ല. ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മൻ. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുതരം ആത്മീയ മരണം ആരംഭിക്കുന്നു. രണ്ടാം ഘട്ടം, മരണത്തിന്റെ ദൃശ്യവൽക്കരണം, ഡെത്ത് വിഷ്വലൈസേഷൻ. ഉറങ്ങുന്നതിനു മുമ്പ് മാനസിക ദൃശ്യവൽക്കരണത്തിന്റെ ശക്തി ഉപയോഗിക്കുക. നിങ്ങളുടെ അടഞ്ഞ കണ്ണുകൾക്ക് മുന്നിൽ ഒരു വെളുത്ത പ്രകാശം സങ്കൽപ്പിക്കുക. അത് സാവധാനം നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. പ്രകാശം വികസിക്കുമ്പോൾ നിങ്ങളുടെ ഭൗതിക ശരീരം അപ്രത്യക്ഷമാവുന്നത് ദൃശ്യവൽക്കരിക്കുക. എങ്കിലും നിങ്ങൾ ശുദ്ധമായ ബോധമായി ജീവനോടെ തുടരുന്നു. നിങ്ങൾ ശരീരത്തിനപ്പുറമാണ്. ഈ ശരീരം ഒരു താൽക്കാലിക രൂപം മാത്രമാണ്. ഇപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും നിശ്ചലമായിട്ടും നിങ്ങൾ നിലനിൽക്കുന്ന ആ നിമിഷം അനുഭവിക്കുക. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ ആത്മാവാണ്. ഈ നിമിഷത്തിൽ നിങ്ങളുടെ ബോധം നിത്യമായതിനാൽ നിങ്ങൾ ഒരിക്കലും മരിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. മൂന്നാം ഘട്ടം, ധ്യാനവും പ്രപഞ്ച ഐക്യവും, യൂണിവേഴ്സൽ യൂണിറ്റി. ഇപ്പോൾ ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ ചിന്തകളെ നിശ്ചലമാക്കി ഈ ആന്തരിക നിശബ്ദതയിൽ സ്വയം കണ്ടെത്തുക. നിങ്ങൾ പ്രപഞ്ചത്തിന്റെ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ നക്ഷത്രവും ഗ്രഹവും ശൂന്യതയും നിങ്ങളുടെ ഭാഗമാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ ശരീരത്തിനപ്പുറമാണ്, ഒരു ആത്മാവായി മാത്രം നിലനിൽക്കുന്നു. ഇതാണ് അഹംഭാവം അലിഞ്ഞുപോവുകയും നിങ്ങൾ അമർത്യത അനുഭവിക്കുകയും ചെയ്യുന്ന നിമിഷം. നാലാം ഘട്ടം, അന്തിമ തിരിച്ചറിവ്, ദ ഫൈനൽ റിയലൈസേഷൻ. ഈ പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ അവസാന നിമിഷങ്ങളിൽ നിങ്ങൾ ആഴത്തിലുള്ള ശാന്തിയുടെയും ഇളക്കമില്ലാത്ത സമാധിയുടെയും അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു.
ഭയവും ഉത്കണ്ഠയുമില്ലാത്ത അനന്തമായ സ്നേഹവും സമാധാനവും മാത്രം അവശേഷിക്കുന്ന ഒരു ലോകമാണിത്. ഈ അനുഭവം നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം ഒരിക്കലും ജനിച്ചിട്ടില്ലെന്നും മരിക്കില്ലെന്നും നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ ദൈവത്തിന്റെ നിത്യമായ ശാന്തിയുടെയും സ്നേഹത്തിന്റെയും ഭാഗമാണ്, മാറ്റമില്ലാത്തതും എപ്പോഴും സന്നിഹിതവുമായ ഒന്ന്. 5-ാം ഘട്ടം, രാവിലെ ഉണരുമ്പോൾ. അവേക്കനിങ് ഇൻ ദ മോർണിംഗ്. രാവിലെ ഉണരുമ്പോൾ ഈ അനുഭവം ആഴത്തിലുള്ള ബോധത്തിന്റെ വിത്ത് നിങ്ങളിൽ നടുന്നു. നിങ്ങൾ രാത്രിയിൽ അനുഭവിച്ച അതേ ശാന്തിയും സ്നേഹവുമാണ് നിങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. അഹംഭാവത്തിന്റെ ഒരടയാളവുമില്ല. ശുദ്ധമായ ആത്മീയ അനുഭവം മാത്രം നിങ്ങളെ നിങ്ങളുടെ അഗാധമായ അസ്തിത്വത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആത്മീയ മരണത്തിന്റെ അനുഭവം രാത്രിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം തുടരുന്നു. ജനനത്തിനും മരണത്തിനും അതീതമായ ആ ആത്മാവുമായി നിങ്ങൾ ദിവസവും ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതം അഗാധമായ ശാന്തിയിൽ ലയിക്കുന്നു. ഈ യാത്ര ജീവിതത്തെയും മരണത്തെയും കുറിച്ച് ആഴത്തിലുള്ള ഒരു ധാരണ നൽകുന്നു. നമ്മൾ വെറും ശരീരം മാത്രമല്ല, നിത്യമായ ആത്മാക്കളാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉണർന്നിരിക്കുന്ന ധ്യാനം പകൽ ജീവിതത്തിലേക്ക്. ക്യാരി ഓവർ ടു ഡെയിലി ലൈഫ്. ഒരു സാധകൻ ഓരോ രാത്രിയും ആഴത്തിൽ പോയി ഉറങ്ങുന്നതിനു മുമ്പ് ആത്മാവിന്റെ സ്പർശം അനുഭവിക്കുമ്പോൾ ഹൃദയം അത്രത്തോളം ശാന്തമാവുകയും ജീവിതത്തിലെ എല്ലാ തിരക്കും പിരിമുറുക്കവും ആശയക്കുഴപ്പവും ഉപരിതലത്തിൽ മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഘട്ടം, ഉണർന്നിരിക്കുന്ന ധ്യാനം, അവേക്ക് മെഡിറ്റേഷൻ. രാത്രിയിലെ ധ്യാനത്തിന്റെ ഊർജ്ജത്തെ പകൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. 1. ബോധത്തോടെയുള്ള പ്രവർത്തനം, കോൺഷ്യസ് ആക്ഷൻ. നിങ്ങൾ ഉണരുന്ന നിമിഷം മുതൽ ഇത് ആരംഭിക്കുന്നു. ആ ശാന്തത, ആ ആഴം നിലനിർത്തുക. കുളിക്കുമ്പോഴും ചായ ഉണ്ടാക്കുമ്പോഴും തയ്യാറെടുക്കുമ്പോഴും എല്ലാം ധ്യാനത്തിന്റെ താളത്തിൽ ചെയ്യുക. യോഗാനന്ദ പറഞ്ഞു, ധ്യാനം നിങ്ങൾ ചെയ്യുന്നതല്ല, നിങ്ങൾ ആയിത്തീരുന്നതാണ്. ഇനി ഓരോ പ്രവൃത്തിയും ധ്യാനത്തിന്റെ വിപുലീകരണമാകട്ടെ. നടക്കുമ്പോൾ നിങ്ങളുടെ കാൽപ്പാടുകൾ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ ഊർജ്ജമായി സ്വീകരിക്കുക. സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ശാന്തതയിൽ വയ്ക്കുക. നിങ്ങളുടെ ആന്തരിക നിശബ്ദത നിങ്ങളുടെ ശബ്ദമായി മാറിയതുപോലെ. ഏറ്റവും പ്രധാനമായി, ഒരു വെല്ലുവിളി വരുമ്പോൾ, ആരെങ്കിലും നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുമ്പോൾ നിങ്ങളുടെ രാത്രിയെ ഓർക്കുക. ആ നിശബ്ദത, ആ വെളിച്ചം, ആ ആത്മാവിന്റെ പുഞ്ചിരി, ആ ഓർമ്മയിൽ മാത്രം നിങ്ങളുടെ പ്രതികരണം ശാന്തതയിലേക്ക് മാറും. 2. ഫ്ലാഷ് ധ്യാനം, ഫ്ലാഷ് മെഡിറ്റേഷൻ ടെക്നിക്. ദിവസത്തിൽ പലതവണ നിങ്ങൾ എവിടെയായിരുന്നാലും വെറും 30 സെക്കൻഡ് കണ്ണുകൾ അടയ്ക്കുക. 3 ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. രാത്രിയിൽ നിങ്ങൾ കണ്ട നീലവെളിച്ചം ദൃശ്യവൽക്കരിക്കുക. മന്ത്രമില്ല, വെറുതെ തിരിച്ചുപോവുക. ആത്മാവ് ഉണർന്നിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചുപോവുക. ഈ ലളിതമായ പരിശീലനങ്ങൾ ദിവസം മുഴുവൻ ധ്യാനത്തിൽ നിറയ്ക്കാൻ തുടങ്ങും. 3. ഉറക്കത്തിനു മുമ്പുള്ള പ്രതിഫലനം, പ്രീ സ്ലീപ്പ് റിഫ്ലക്ഷൻ. ദിവസാവസാനം ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കുക. 1. ഇന്ന് ഒരു നിമിഷമെങ്കിലും എനിക്ക് ആത്മാവിനെ അനുഭവിക്കാൻ കഴിഞ്ഞോ? 2. ആ നിശബ്ദത ഞാൻ ദിവസം മുഴുവൻ മറന്നുപോയോ? 3. ആ ശാന്തതയിലേക്ക് മടങ്ങാൻ ഞാനിപ്പോൾ തയ്യാറാണോ? എന്നിട്ട് കണ്ണുകളടച്ച് ഒരു സിനിമ കാണുന്നതുപോലെ ദിവസം മുഴുവൻ കാണുക. ഓർക്കുക, നിങ്ങളൊരു കാഴ്ചക്കാരനാണ്, നടനല്ല. സംഭവിച്ചതെന്തും സ്നേഹത്തോടെ സ്വീകരിക്കുക, എന്നിട്ട് വിട്ടയക്കുക. ഇപ്പോൾ നമ്മൾ ആരംഭിച്ച അതേ ധ്യാനത്തിലേക്ക് മടങ്ങുക. പതിയെ ധ്യാനം, ഉറക്കം, ഉണർവ്, പകൽ എല്ലാം ഒരേ ബോധത്തിന്റെ പ്രവാഹത്തിൽ ഒഴുകാൻ തുടങ്ങും. നിങ്ങൾ ശ്രമിക്കുന്നില്ലായിരിക്കാം, എന്നിട്ടും എല്ലാം പൂർണ്ണമായ സമർപ്പണത്തിലും പൂർണ്ണമായ അവബോധത്തിലും സംഭവിക്കുന്നു. ഇതാണ് യോഗാനന്ദയുടെ പഠിപ്പിക്കലിന്റെ സാരം. നിങ്ങൾ ധ്യാനിക്കുന്നില്ല, നിങ്ങൾ ധ്യാനിക്കപ്പെടുന്നു. നിങ്ങൾ ദൈവത്തെ തിരയുന്നില്ല, ദൈവം നിങ്ങളിലൂടെ സംസാരിക്കുന്നു. ഇനി ഈ യാത്ര നിർത്താൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് നിർത്താൻ ആഗ്രഹമില്ലെങ്കിൽ ക്ഷീണിക്കരുത്. മുന്നോട്ടു പോവുക മാത്രം ചെയ്യുക. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളുടെ മുഖത്ത് ഇത്രയധികം ശാന്തത എന്താണെന്ന് ചോദിച്ചാൽ പുഞ്ചിരിക്കുക മാത്രം ചെയ്യുക. കാരണം നിങ്ങൾ രാത്രിയിൽ ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്നില്ല, നിങ്ങൾ ആഴത്തിലുള്ള ധ്യാനത്തിലായിരുന്നു.